അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഒരു സിനിമയിലെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടർ ആയെങ്കിൽ സൂയിസൈഡ് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ എനിക്ക് പിന്നീട് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻ്റർവ്യൂവിന് പോവുകയും എനിക്കൊരു ആക്ടിങ് കോഴ്സിനാണ് എനിക്ക് അവർ സെലക്ഷൻ കിട്ടുന്നത്. ഞാൻ കൊടുത്തത് സിനിമാറ്റോഗ്രാഫി ആയിരുന്നു, പക്ഷെങ്കിൽ ഫിസിക്സും ഒക്കെ ആണ് വേണ്ടിയിരുന്നത്. പക്ഷെ ഞാനൊരു സുവോളജി പഠിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ഉപേക്ഷിച്ച ഒരാളാണ്. കോളേജിലൊക്കെ നാടകങ്ങളിൽ അഭിനയിച്ചതുകൊണ്ടായിരിക്കാം, അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ടായിരിക്കാം ആക്ടിങ് കോഴ്സിന് കിട്ടിയത്. പക്ഷേ ഞാൻ അത് സ്വീകരിക്കാതെ മടങ്ങുകയും പിന്നീട് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ലിസ്റ്റും പറഞ്ഞ പോലെ ഒരവസരം ചോദിച്ച് ഇങ്ങനെ നടന്ന് അവസാനം തീരുമാനിച്ചു 1985 അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഒരു സിനിമയിലെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടർ ആയെങ്കിൽ സൂയിസൈഡ് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചു. ഒരു വർഷം ജീവിതത്തിന് വേണ്ടി ബാക്കി കൊടുക്കുക. ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ്. ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല, ഒരു സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെങ്കിലും ആകണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. അങ്ങനെയാണ് 1986 നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന നമ്മളെ ഏറ്റവും ആരാധിക്കുന്ന സ്നേഹിക്കുന്ന പത്മനാഭൻ സാറിനോട് ഒരവസരം ലഭിച്ചതുകൊണ്ടാണ് എനിക്കിങ്ങനെ ആയുസ്സോടെ നിൽക്കാൻ കഴിയുന്നത്. അപ്പം നേരത്തെ ലിസ്റ്റിനും പലരും സൂചിപ്പിച്ച പോലെ സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ തൊഴിലല്ല. എൻ്റെ അടുത്ത് ഞാൻ പത്മനാഭൻ സാറിനോട് വർക്ക് ചെയ്തതിന് ശേഷം മറ്റ് പലരുടെ അടുത്ത് വർക്ക് ചെയ്യാൻ സാധ്യത വരുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഗുരുവിനടുത്ത് ചെന്ന് ചോദിച്ചു, ഇങ്ങനെ വേണുനാഗവള്ളി വിളിച്ചിട്ടുണ്ട് വർക്ക് ചെയ്യാൻ, പൊക്കോട്ടെ സാറേ എന്ന് ചോദിച്ചു. പൊക്കോളൂ, പക്ഷേ ഇതൊരു തൊഴിലാക്കരുത്. സിനിമ ഒരു തൊഴിലല്ല. കാരണം സിനിമ അതിനും മുകളിലാണ്. തൊഴിൽ നമ്മളെപ്പോഴും ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ റിട്ടയർ ചെയ്ത് നമ്മൾ സ്വസ്ഥമാകാറുണ്ട്. എനിക്ക് തോന്നുന്നൊരു കലാകാരനും കലാകാരികൾക്കും ഒന്നും അത്തരം സ്വസ്ഥതയില്ലാത്ത ജീവിതത്തിലേക്കുള്ളൊരു യാത്രയാണ് നിങ്ങൾ തുടങ്ങുന്നതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആടുജീവിതം പോലെ ഒരു സിനിമ ചെയ്ത് ഞാൻ എത്ര അവാർഡ് കിട്ടാഞ്ഞിട്ടല്ല, ഞാൻ എൻ്റെ അടുത്ത സിനിമയെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ്. കാരണം അടുത്തത് എന്താണ് എൻ്റെ സിനിമ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറുന്നത്. അപ്പം ജീവിതത്തിൻ്റെ അവസാനം വരെയും ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുവാനായിട്ടുള്ള ആദ്യ പാഠം കുറിക്കുന്ന നിമിഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം അത്തരത്തിലുള്ള ഭാഗ്യം, പ്രത്യേകിച്ച് ഒരുപാട് ട്രെയിനിങ്ങുകൾ, ഒരുപാട് വ്യത്യസ്തരായ ആൾക്കാർ പല രംഗത്തു നിന്ന് വന്ന് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി വരുന്നു. ഞാനൊരു ലിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് എന്നെ ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം മുഴുവൻ വന്ന് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ അവസരം എൻ്റെ അടുത്ത് എൻ്റെ ക്ലാസ് എടുക്കണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലിസ്റ്റും പറഞ്ഞ് ഇന്ന് തന്നെ വരണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം കാരണം അങ്ങനെ വിദ്യാർത്ഥികളോടും പുതിയ തലമുറയോടും സിനിമയോടും ഒക്കെ സംസാരിക്കാൻ ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ. അപ്പം അത്തരത്തിലുള്ള വലിയ അവസരങ്ങൾ ലഭിക്കുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭാഗവാക്കാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞു എന്നുള്ളത് നാളത്തെ സിനിമയോടുള്ള നിങ്ങളുടെ മോഹമല്ല അതിമോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിപ്പിക്കുന്ന മോഹം ഉണ്ടാവണം. അവിടെയാണ് നിങ്ങൾക്കെല്ലാം ഏറ്റവും മുന്നിലേക്ക് എത്താൻ കഴിയുന്നത്. അല്ലാത്തവരൊക്കെ ചിലപ്പോൾ ആത്മഹത്യയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകും. കാരണം നമുക്ക് ജീവിതം ജീവിതം വളരെ സുന്ദരമാണ് ജീവിക്കാൻ അറിയാമെങ്കിൽ. താങ്ക് യു.